ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. തിരുവചനം ധ്യാനിക്കും ഞാൻ, തിരുപാതേ വസിച്ചിടും ഞാൻ. തിരുശബ്ദം കേട്ടിടും ഞാൻ, തിരുഹിതത്തിൽ നടന്നിടും ഞാൻ. പ്രതികൂലങ്ങൾ എനിക്കെതിരെ വന്നാൽ ചിരിച്ചുകൊണ്ടതിനെ നേരിടും ഞാൻ. കരയിക്കുവാൻ വരും കാര്യങ്ങളെ ചിരിച്ചുകൊണ്ടെതിരിട്ടു തോൽപ്പിക്കും ഞാൻ. ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. അലറുന്ന സിംഹം പോലെ ശത്രു വന്നാലും എൻ്റെ ഉള്ളം തെല്ലും ഭയപ്പെടില്ല. യൂദായിൻ സിംഹം എൻ്റെ കൂടെയുള്ളതാ, ശത്രുവിനെൻ്റെ മുൻപിൽ നിൽക്കാനാവില്ല. ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനത്തിൽ അത് 13-ാം അധ്യായത്തിൽ ഒരു യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച ഒരു ദൈവപൈതലിനുണ്ടാകേണ്ട ഒരു വരത്തെക്കുറിച്ചാണ്, അതിശ്രേഷ്ഠമായ ഒരു വരത്തെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. 13-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് വർണ്ണിക്കുന്നുവെങ്കിൽ 13-ന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹമുള്ള അവസ്ഥ, 13-ന്റെ 9-ാം വാക്യത്തിൽ മാറിപ്പോകുന്നവ എന്തൊക്കെയാണെന്ന് തുടർന്ന് പറയുകയാണ്. ഇതിൻ്റെ എല്ലാം ലാസ്റ്റ് രത്ന ചുരുക്കം അതിൻ്റെ 13-ാം വാക്യത്തിൽ പറയുകയാണ്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെയാണ്. ദൈവത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം തന്നെ സ്നേഹമാകുന്നു എന്നാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച ദൈവമക്കളെ സംബന്ധിച്ചോളം അവരും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി, ദൈവസ്നേഹം പകരുന്നവരായി ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതി. ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവായ ദൈവം പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ബലങ്ങൾ ഒന്നാമത്തെ സ്നേഹമാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ഇതൊക്കെയാണ് ഒരു വ്യക്തി ജീവിതങ്ങളിലേക്ക് പ്രധാനമായി ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഈ വേദഭാഗത്ത് പറയാണ് സ്നേഹം അതിശ്രേഷ്ഠമായ ഒരു വരമാണ്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ശ്രമിക്കാം. സ്നേഹമില്ലാത്ത അവസ്ഥ, ഒരാളുടെ ജീവിതത്തിൽ സ്നേഹമില്ലാത്ത അവസ്ഥ, അതിനെക്കുറിച്ച് വിശദീകരണം നൽകുന്നു. അവിടെ പറയാണ്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഒരു വ്യക്തി ഇനിയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്താലും മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയെ സംസാരിച്ചു പോയാലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ സ്നേഹമില്ലെങ്കിൽ അദ്ദേഹം മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളം അത്രേ. നമുക്ക് ചെമ്പ് എപ്പോഴാണ് മുഴങ്ങുന്നത്? അതിനൊരു കേട് സംഭവിക്കുമ്പോഴാണ് മുഴങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഒരു മുഴങ്ങുന്ന ചെമ്പിന് തുല്യമായി മാറും. എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായി ദൈവം ഉദ്ദേശിക്കുന്ന ദൗത്യത്തിലേക്ക് അദ്ദേഹം വരുന്നില്ല എന്നാണ് കാരണം പറയാൻ. എന്നിട്ട് പറയണം, എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മവും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനമില്ല. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വിശ്വാസം. സ്നേഹം, വിശ്വാസം, പ്രത്യാശ. ഈ വിശ്വാസം അതിശക്തമായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ മലകളെ നീക്കാനുള്ള വിശ്വാസം ഉണ്ടായാലും, ഇനി പ്രവചനപരം ഉണ്ടായാലും, മർമ്മങ്ങളുണ്ടെങ്കിലും,
ജ്ഞാനം ഗ്രഹിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് പ്രയോജനമില്ലാതെ എന്നാണ് ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് പറയും, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും ഇനി എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും ദൈവീയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിതൊക്കെ ചെയ്താലും പറയാണ് സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ അതിപ്രധാനമായിട്ട് യേശുവിനെ സ്വീകരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു ഗുണമാണ് സ്നേഹം. ഇനിയും 13-ാം അധ്യായത്തിൽ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹം വരുമ്പം ഉള്ള അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, അത് നമ്മൾ വായിച്ച്. ദയ കാണിക്കുന്നു. സ്നേഹം എന്ത് ചെയ്യുന്നില്ല? സ്പർദ്ധിക്കുന്നില്ല. എന്നിട്ട് പറയാണ് സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. എന്നിട്ട് പറയുന്ന സ്നേഹം ഒരു നാളും ഉതിർന്നു പോകത്തില്ല. എന്നിട്ട് എന്തൊക്കെയാണ് നീങ്ങിപ്പോകുന്നത്? പ്രവചനപരം അത് നീങ്ങിപ്പോകും, ഭാഷാപരം അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. നാം അംശമായി മാത്രം അറിയുന്ന, അംശമായി മാത്രം പ്രവചിക്കുന്നു. നാം നിലനിൽക്കുന്നത് എന്താണ്? അത് സ്നേഹമാണ്. ഇത് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ ഈ സ്നേഹം പകർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ലേഖനത്തിൽ തന്നെ പറയുന്നത് സ്നേഹം ആചരിപ്പാൻ. 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയാണ് സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിക്കണം. നമ്മൾ സ്നേഹം ആചരിക്കാൻ ഉത്സാഹിക്കുന്നവരാണ് ദൈവമക്കൾ. കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ സഹായനായി കൂടെ ഇരിക്കുമ്പോഴേ നമുക്ക് വാസ്തവമായി നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ ദിനംതോറും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അങ്ങനെ സ്നേഹമുള്ളവരായി മാറാം. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹം തന്നിട്ടുണ്ടല്ലോ. കർത്താവ് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവസ്നേഹം അനേകരിലേക്ക് പകരുവാൻ ഞങ്ങളെ സഹായിക്കണം. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിന് അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിൽ യേശുവിൻ പുനനാമത്തിൽ തന്നെ, ആമേൻ. പ്രതികൂലങ്ങൾ എനിക്കെതിരെ വന്ന ചിരിച്ചുകൊണ്ടതിനെ നേരിടും ഞാൻ. കരയിക്കുവാൻ വരും കാര്യങ്ങളെ ചിരിച്ചുകൊണ്ടെതിരിട്ടു തോൽപ്പിക്കും ഞാൻ. ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും.